തൊഴിൽ സ്ഥാപനത്തിലെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള റിലേഷൻസ് സമ്പൂർണ്ണമായി ക്രമീകരിക്കാൻ തൊഴിൽ നിയമങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു തൊഴിൽ സ്ഥാപനത്തിൽ ചേർന്നു, എന്നോട് ഉടമ നാളെ തൊട്ട് നീ വരണ്ട എന്ന് പറയാൻ ഉടമയ്ക്ക് അധികാരമുണ്ടോ? അപ്പോൾ ഉടമയുടെ ഭാഗത്തുനിന്ന് ഒരാളെ തൊഴിലിനെടുത്തത് കൊണ്ട് ഇനി എല്ലാ കാലത്തും അയാളെ ഞാൻ തൊഴിലിന് വെച്ചുകൊണ്ടിരിക്കണോ? ദീർഘകാലം ഒരേ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഫലമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങളുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉടമയെ നിർബന്ധിതമാക്കുന്ന നിയമമാണ് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട്. ഇപ്പോൾ 10 വർഷം സർവീസുള്ള ഒരാൾക്ക് 5 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പോൾ 10 or more വർക്കേഴ്സ് ഉള്ള സ്ഥാപനത്തിൽ മാത്രമായി ഗ്രാറ്റുവിറ്റി പരിമിതപ്പെട്ടു. പുതിയ ലേബർ കോഡുകൾ വന്നപ്പോൾ പഴയ നിയമങ്ങളിലെ കറസ്പോണ്ടിങ് ആയ വ്യവസ്ഥകൾ, ആ നിയമത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ നിയമങ്ങൾക്കെല്ലാം പകരം തികച്ചും പുതിയതായി ഒന്നും വരികയല്ല. എന്നാൽ ആ പഴയതിലും പുതിയതും തമ്മിലുള്ള വ്യത്യാസം ഈ റിഫോംസ് എന്ന നിലയ്ക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് പുതിയതായിട്ടുണ്ടായ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യുക പ്രസക്തമായത്. ഞാനീ പറഞ്ഞ മിക്കവാറും കാര്യങ്ങളുടെ എല്ലാം സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ പ്രൊവിഷൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് വരാതെ പോയത്, എന്താണ് അധികമായി വന്നത്, അതാണല്ലോ ഈ ഘട്ടത്തിലെ നമുക്ക് ഏറ്റവും പ്രസക്തമായ ചർച്ച. ലേബർ കോഡ് ഓൺ വേജസിൽ വരുന്ന 4 നിയമങ്ങൾക്കകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഓരോരോ വകുപ്പെടുത്ത് സൂക്ഷ്മമായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ ഒരു 4-5 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, പഴയ മിനിമം വേജസ് ആക്ടിൽ ഷെഡ്യൂൾഡ് എംപ്ലോയ്മെൻറ്റുകളിലായിരുന്നു മിനിമം വേതനം നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ കേരളത്തിലൊക്കെ നമ്മൾ ഏതാണ്ട് 100ഓളം മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം വേജസ് ആക്ടിൻ്റെ പുറകിലുള്ളൊരു പട്ടികയാണ്. ആ പട്ടികയിൽ വിവിധ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒരു മേഖലയാണ്, സിനിമാ തിയേറ്ററുകൾ മറ്റൊരു മേഖലയാണ്, സ്വകാര്യ ആശുപത്രികൾ മറ്റൊരു മേഖലയാണ്. അവിടെ എല്ലാവർക്കും ഒരേ വേതനമാണോ? അല്ല. സ്വകാര്യ ആശുപത്രികളിൽ ഒരു നഴ്സിൻ്റെ ശമ്പളമല്ല, ഫാർമസിസ്റ്റിന് അറ്റൻഡറുടെ ശമ്പളമല്ല. അങ്ങനെ ഓരോരോ കാറ്റഗറികൾക്കും വ്യത്യസ്തമായ വേതന നിരക്കും ക്ഷാമബത്തയും ആണ് ഈ പറയുന്ന മിനിമം വേജസ് നിശ്ചയിക്കുന്നത്. അത് രണ്ടും കൂടെ ചേർത്ത വേജസിനാണ് അയാൾക്ക് അർഹത. അത് കൊടുക്കാനാണ് ഉടമയ്ക്ക് ബാധ്യത. അത് കൊടുത്തില്ലെങ്കിലാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക. ഇപ്പോൾ ആ ഷെഡ്യൂൾ ഈ നിയമത്തിൻ്റെ ഭാഗമായി ഇല്ലാതായി. നിശ്ചിത തൊഴിൽ മേഖലകളിൽ മാത്രമേ മിനിമം വേതനം നിശ്ചയിക്കാവൂ എന്നത് മാറ്റി പിന്നെയോ ഈ തൊഴിൽ മേഖല എന്നുള്ളതിനും പകരം സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 4 വിഭാഗങ്ങളായി തിരിച്ചു. അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ്. ഇനി 4 നിരക്കുകൾ മാത്രമേ മിനിമം വേജസ് ആക്ടിൻ്റെ കീഴിൽ പറയാൻ പറ്റൂ. ഇപ്പോൾ 100 കണക്കിന് നിരക്കുകളുണ്ട്. ഇപ്പോൾ ഒരു കട വ്യാപാര സ്ഥാപനത്തിലാണെങ്കിൽ സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ, ജൂനിയർ മാനേജർ, അങ്ങനെ തൊട്ട് ഡ്രൈവർ ആകട്ടെ, ഒരുപാട് തസ്തികകൾക്കുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു ബാലൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസവും ഓരോ പ്രത്യേക പരിഗണനകളും ജോലിയുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം മാറ്റി 4 വിഭാഗങ്ങളായി വരുന്നതോടുകൂടി ഇന്ന് മിനിമം വേതനം നിശ്ചയിച്ച് നടപ്പിലാക്കി വരുന്ന മേഖലകളിൽ ഒരു വലിയ അരാജകത്വത്തിന് കാരണമാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നിലവിലുള്ള ഇത്രയേറെ കാറ്റഗറികളെ ഈ 4 കാറ്റഗറികളിലേക്ക് ഒതുക്കേണ്ടതായിട്ട് വരും. 4 നിരക്കുകൾ മാത്രമേ സാധ്യമാകൂ എന്ന സ്ഥിതി വരും. അതാണ് മിനിമം വേജസ് ആക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റം. മറ്റൊന്ന്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫ്ലോർ ലെവൽ വേജസ് ഇതിനകത്ത് പറയുന്നുണ്ട്. മുമ്പും കേന്ദ്ര ഗവൺമെൻറ് ഫ്ലോർ ലെവൽ വേജസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞ 2017 178 രൂപയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഫ്ലോർ വേജസ് പ്രഖ്യാപിച്ചത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് കൊടുക്കണമെന്നാണ്. ഈ വേജസ് എല്ലായിടത്തും കൊടുക്കണം എന്നല്ല. നിയമത്തിൽ ഇല്ലാത്ത ഫ്ലോർ വേജസ് പണ്ടുണ്ടായിരുന്നപ്പോഴും ഇപ്പോൾ ഈ നിയമത്തിൻ്റെ ഭാഗമായി ഫ്ലോർ വേജസ് കൊണ്ടുവന്നപ്പോഴും ആ ഫ്ലോർ വേജസിന് തൊഴിലാളിക്ക് അർഹതയുണ്ട് എന്നല്ല പറയുന്നത്. ഇതിൽ കുറഞ്ഞ ഒരു മിനിമം വേജസ് ഒരു സ്റ്റേറ്റും നോട്ടിഫൈ ചെയ്യാൻ പാടില്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ വളരെ കുറഞ്ഞ ഒരു വേജസാണ്. അതിനെ ഒരു മാനദണ്ഡമാക്കി എടുക്കാനേ പറ്റില്ല. അതിൽ ഉയർന്ന വേജസ് നിശ്ചയിക്കുന്നതിന് തടസ്സമില്ല എങ്കിൽ പോലും സ്റ്റാറ്റ്യൂട്ടറി ഫ്ലോർ ലെവൽ വേജസ് ഈ നിയമത്തിൽ കൊണ്ടുവന്നത് ഏറെക്കുറെ അർത്ഥരഹിതമാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട മാറ്റം തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള, തൊഴിലാളികൾക്ക് വളരെ ഹാനികരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ബോണസ് ആക്റ്റിലാണ്. ബോണസ് ആക്ട് മുൻപും നിയമത്തിൽ
20 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ മാത്രമായിരുന്നു ബോണസ് ആക്ട് ബാധകം. എന്നാൽ 965 പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് പ്രകാരം വേണമെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് 10 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ ബോണസ് ആക്ട് ബാധകമാക്കിക്കൊണ്ട് ബോണസ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അത് സംസ്ഥാന സർക്കാർ ഒരു വിജ്ഞാപനം ചെയ്താൽ മതിയാകുമായിരുന്നു. കേരളം അപ്രകാരം ചെയ്യുകയും 10 തൊഴിലാളികളോ അതിലധികമോ ഉള്ള സ്ഥാപനങ്ങളിൽ ബോണസ് ആക്ട് ബാധകമാക്കിക്കൊണ്ട് കേരളത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു പോരുന്ന ഒരു സംസ്ഥാനവുമാണ് കേരളം. എന്നാൽ ബോണസ് ആക്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ ലേബർ കോഡ് ഓൺ വേജസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് 20 അതിൽ തൊഴിലാളികൾ കൂടുതലോ എന്ന വ്യവസ്ഥ അതേപോലെ നിലനിർത്തുകയും സംസ്ഥാന സർക്കാരുകൾക്ക് ഉചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ 10 അതിലധികമോ തൊഴിലാളികളുടെ സ്ഥാപനങ്ങളിൽ ബാധകമാക്കാൻ അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന വ്യവസ്ഥ എടുത്തു കളയുകയും ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും 19 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോണസിനുള്ള അർഹത ഇല്ലാതായിരിക്കുന്നു. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിൻ്റെ അകത്തുള്ളൊരു മാറ്റം വളരെ പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മാറ്റമാണ്. ഈക്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും എന്ന് പറയുന്നതിന് പകരം ട്രാൻസ്ജെൻഡേഴ്സിന് കൂടി എന്നീ നിയമത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ കാലാനുസൃതമായ ഒരു മാറ്റമാണ്. അതിലൊരു പൊളിറ്റിക്കൽ നിലപാടിൻ്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഞാനത് എടുത്തു പറയേണ്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ടാണ്. പണ്ട് പണമായി കൊടുക്കുന്നു എന്ന് പറയാൻ ചിലത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള രൂപത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാലാനുസൃതമായി ചില മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ആധുനീകരണം പല മേഖലകളിലും വന്നതിൻ്റെ ഒരു പ്രതിഫലനം ഈ ആക്റ്റിലുണ്ട്. അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം സ്ത്രീ പുരുഷൻ എന്ന് പകരം വന്നിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിനുണ്ടായ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷനാണ്. മറ്റൊന്ന്, ലേബർ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനത്തെ തന്നെ അടിമുടി ബാധിക്കുന്ന ഒരു മാറ്റം കാഴ്ചപ്പാടിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്ന ഒരു പ്രയോഗം അതിൻ്റെ ഒരു സൂചന മാത്രമാണ്. വാസ്തവത്തിൽ സൂചനയ്ക്കപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഈ ഇൻസ്പെക്ടർ രാജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് നെഹ്റൂവിയൻ സാമ്പത്തിക നയത്തെ എതിർക്കുന്ന വലതുപക്ഷ ശക്തികൾ പണ്ടേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് നിയന്ത്രണ നിയമങ്ങൾ കൊണ്ടുവരികയും മൂലധന ശക്തികൾക്ക്, സ്വകാര്യ സംരംഭകർക്ക്, വിദേശ സംരംഭകർക്കുൾപ്പെടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്പേസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ, സർക്കാർ സംവിധാനങ്ങളുടെ അമിതമായ ഇടപെടലിനെയാണ് ഇൻസ്പെക്ടർ രാജ് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ തൊഴിൽ നിയമങ്ങളുടെ ഒരു പൊതുഘടന തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്ന, അല്ല തൊഴിലാളികൾക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന ഒരു എംപ്ലോയറെയാണ് ആ നിയമം വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടലായിട്ടാണ് ഇൻസ്പെക്ടർ എന്ന എല്ലാ നിയമത്തിലും ഇൻസ്പെക്ടർമാരുണ്ട്. ഇൻസ്പെക്ടർമാർ എന്ന് പറഞ്ഞാൽ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ പോയി പരിശോധിച്ച് നിയമം നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നടപ്പിലാക്കാത്ത ഉടമകൾക്കെതിരായിട്ട് നടപടിയെടുക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഈ 29 നിയമങ്ങളും പണ്ട് നിലവിലിരുന്നത്. എന്നാൽ ഇന്ന് എൻ്റർപ്രണറെ അങ്ങനെ കാണേണ്ടതില്ല എന്നുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായി ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നാക്കി ഈ തസ്തികയുടെ ഈ പറഞ്ഞ ഡെസിഗ്നേഷനെ മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, സഹായിക്കണം എന്നുള്ളതാണ്. അതിലൊന്നും തെറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇത്രയേറെ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ യഥാർത്ഥത്തിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് വളരെ 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 കുറഞ്ഞ ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടോ, ഇപ്പോൾ ഈ തൊഴിൽ നിയമങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് രജിസ്റ്ററുകളും റിട്ടേണുകളും ഉണ്ട്. ഇതെല്ലാം ഒരു എംപ്ലോയർക്ക് സമർപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, എണ്ണമറ്റ രജിസ്റ്ററുകളും റിട്ടേണുകളും ഉണ്ട്. അത് ചുരുക്കണം, അത് സിംപ്ലിഫൈ ചെയ്യണമെന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശത്തെ ആരും എതിർക്കാൻ പറ്റുകയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രജിസ്റ്ററുകളൊന്നും സൂക്ഷിക്കാതിരിക്കുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് സാങ്കേതികമായ വിഷമുള്ളത് കൊണ്ടല്ല, അത്രയേറെ എണ്ണം സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, അതിനെ നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ ആക്കുകയും വെബ് ബേസ്ഡ് ഇൻസ്പെക്ഷൻ സ്കീം, അതായത് ഇൻസ്പെക്ടർമാരെ സ്വതന്ത്രമായി സ്ഥാപനങ്ങൾ പരിശോധിക്കാൻ നിയമം നൽകിയിരുന്ന അധികാരം ഇല്ലാതാക്കി സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സ്കീം പ്രകാരം ഏത് സ്ഥാപനങ്ങളിൽ പോകണം, ഏത് സെക്ടറിൽ പരിശോധന നടത്തണം, ഏത് സെക്ടറിൽ പരിശോധന നടത്തേണ്ടതില്ല എന്ന് നയപരമായി ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ നിയമമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ നടപ്പിലാക്കൽ സംവിധാനത്തെ
രാഷ്ട്രീയമായി മരവിപ്പിക്കാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്ന അധികാരം കൂടിയാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഭാഗമായി വരുന്നത്. അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ലേബർ എൻഫോഴ്സ്മെൻറ്റ് മേഖലയിൽ ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അടുത്തത് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡാണ്. അതിൻ്റെ അകത്തും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ നിയമം നടപ്പിലാകണമെങ്കിൽ ആ സ്ഥാപനം ഒരു ഇൻഡസ്ട്രി ആയിരിക്കണം. എന്താണ് ഇൻഡസ്ട്രി എന്നുള്ളതിന് മുമ്പ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റിൽ ഉണ്ടായിരുന്ന വളരെ ബ്രോഡായിട്ടുള്ള ഡെഫിനിഷൻ മാറ്റി അത് ചുരുക്കിയതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഉണ്ട്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺഡ് ഓർ മാനേജ്ഡ് ബൈ ചാരിറ്റബിൾ ഓർ ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻ, ജീവകാരുണ്യപരമായോ അല്ലെങ്കിൽ മനുഷ്യസ്നേഹപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ എന്താണ് പറയുന്നത്. ഇപ്പോൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തൊഴിൽ നിയമം നടപ്പാക്കണ്ട. പക്ഷേ ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. ഇപ്പോൾ ഒരു വലിയ സ്വകാര്യ ആശുപത്രിയുടെ ഓണർ ഒരു ജീവകാരുണ്യ സംഘടനയാണ്. ജീവകാരുണ്യ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായി കൂട്ടണ്ട. പക്ഷേ അവർ നടത്തുന്ന വലിയൊരു ആശുപത്രിയിൽ 3000 ജീവനക്കാരുണ്ടെങ്കിൽ അവിടെ തറ തുടയ്ക്കാൻ നിൽക്കുന്ന ആളും അവിടെ ആശുപത്രിയിൽ മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ആളും അവിടുത്തെ അറ്റൻഡറും അവിടുത്തെ നേഴ്സും എല്ലാം ഇൻഡസ്ട്രി എന്ന് പറയുന്ന പെർവ്യൂവിൽ നിന്ന് പുറത്തു പോയാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം അവരുടെ റിട്രഞ്ച്മെൻ്റ് ആനുകൂല്യങ്ങൾ അവർ പിരിച്ചുവിട്ടാൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത്, സ്ഥാപനം അടച്ചുപൂട്ടിയാലുള്ള കോമ്പൻസേഷൻ, തൊഴിൽ തർക്കം ഉന്നയിക്കാനുള്ള അവകാശം, ഇതിൽ നിന്നെല്ലാം ഇവർ പുറത്തു പോവുകയാണ്. അപ്പോൾ പിന്നെ ചാരിറ്റബിൾസ് ആണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ അങ്ങനെ ഇതിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിന് വലിയ ഒരു വ്യാപ്തി കൊടുക്കുകയാണ് ഈ ഒരു എക്സ്ക്ലഷൻ ഡെഫിനിഷനിൽ തന്നെ ഈ വിഭാഗത്തെ ഒഴിവാക്കിയത്. പിന്നെ തൊഴിലാളി സംഘടനകളൊക്കെ വളരെ ശരിയായി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ലേബർ കോഡുകൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിന് ശരവ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ മുൻപ് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റാണ്. റിട്രഞ്ച്മെൻറ്റ്, ലേ ഓഫ്, ക്ലോഷർ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതാണ് റിട്രഞ്ച്മെൻറ്റ്. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി സ്ഥാപനം നിർത്തിവെക്കുന്ന, തൊഴിലുടമയുടെ കുഴപ്പം കൊണ്ടല്ല, അല്ലാതെ നിർത്തിവെക്കാൻ നിർബന്ധിതമാകുന്ന സമയത്ത് തൊഴിലാളിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട്, അവന് പൂർണ്ണമായ കൂലി കൊടുക്കാൻ ഉടമയ്ക്ക് കഴിയില്ലെങ്കിലും ഒരു കോമ്പൻസേഷൻ, ഇവന് ഉപജീവനാർത്ഥം കൊടുക്കുന്നതിനാണ് ലേ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, സ്ഥാപനം ശാശ്വതമായി അടച്ചുപൂട്ടുന്ന സമയത്ത് തൊഴിലാളിക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്ത് അയാളെ ഒഴിവാക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളും നിലവിൽ ഈ ലേബർ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിൽ ഉണ്ട്. എന്നാൽ 100 അതിലധികമോ ഉള്ള വലിയ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ തൊഴിലാളികൾ റിട്ടേൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ, കൂട്ടമായി ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റിലുണ്ടായിരുന്നു. അത് 100 എന്നുള്ളത് ഒറ്റയടിക്ക് 300 എന്ന് വർദ്ധിപ്പിച്ചു. 300-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനം എന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന സ്ഥാപനങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ കൂടാതെ ഇത്തരം വലിയ സ്ഥാപനങ്ങളിലും റിട്രഞ്ച്മെൻറ്റോ അടച്ചുപൂട്ടലോ ഒക്കെ നടപ്പാക്കാം എന്നൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. മറ്റൊന്ന്, ഞാൻ മുമ്പ് ബോണസ് ആക്ടിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വിഷയമാണ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ടിൻ്റെ കാര്യത്തിൽ. അതും ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതും വരുന്നത്. മുൻപുള്ള നിയമങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു ത്രെഷോൾഡ് വയ്ക്കുകയാണ് ചിലതിന്, ഇത്ര തൊഴിലാളികൾ കൂടുതലുള്ളത് മതി. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രാദേശികമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് അതിൽ കുറഞ്ഞ തൊഴിലാളികളുള്ള സ്ഥാപനത്തിലും വേണമെങ്കിൽ ഇത് ബാധകമാക്കാം. സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ച് വിജ്ഞാപനം ചെയ്താൽ മതി. അങ്ങനെ അനുവാദം കൊടുക്കുന്ന വ്യവസ്ഥകളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പൊതുപ്രവണത ലേബർ കോഡിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ബോണസ് ആക്റ്റിൽ ഞാൻ മുൻപ് പറഞ്ഞു, 20 തൊഴിലാളി എന്നുള്ളത് വേണമെങ്കിൽ 10 എന്ന് സംസ്ഥാനത്തിന് തീരുമാനിക്കാം, അതില്ലാതാക്കി. എന്നതുപോലെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥാപനത്തിൻ്റെ ഭരണഘടനയായിട്ട് സ്റ്റാൻഡിംഗ് ഓർഡർ വലിയ സ്ഥാപനങ്ങളിൽ ഉണ്ടാവണം. തൊഴിലുടമ ബന്ധങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ബൈലോ പോലെ ഉണ്ടാവണം, ഒരു നിയമാവലി ഉണ്ടാവണം എന്നുള്ളത്. അത് മുൻപും ഇപ്പോഴും, അതായത് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്റ്റും അതില്ലാതായി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് വന്നപ്പോഴും 100 അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ നിയമപരമായി നിർബന്ധമാവുകയുള്ളൂ. എന്നാൽ മുമ്പുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ 100-ൽ കുറവ് തൊഴിലാളികളുള്ള സ്ഥാപനത്തിലും ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ വയ്ക്കൽ നിർബന്ധമാണ് എന്ന് പറയാമായിരുന്നു. അങ്ങനെ വിജ്ഞാപനം ചെയ്ത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാമായിരുന്നു. ഉദാഹരണം കേരളം തന്നെയാണ്.
കേരളത്തിൽ 50-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് വെക്കണം, ആ നിയമം ബാധകമാണ് എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലമാണ് കേരളം. പക്ഷേ ആ 100-ൽ കുറവ് എന്ന് പറയുന്ന വ്യവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പോൾ അത് 100 എന്ന് തന്നെ കേന്ദ്ര നിയമം തന്നെ ഇവിടെയും ബാധകമാകുന്ന സ്ഥിതി വന്നു. ഏറ്റവും തൊഴിലാളി വിരുദ്ധമെന്ന് പറയാവുന്ന ഒരു പുതിയ വ്യവസ്ഥ ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റിന് ഒന്നുകൂടി നിയമസാധുത നൽകിയെന്നുള്ളതാണ്. നിശ്ചിത കാല തൊഴിൽ. മുൻപും ആ സങ്കല്പം ഇല്ലായികയല്ല, എന്നാൽ അത് ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശവും അതിൽ നിന്ന് വ്യക്തമാണ്. അത് നമ്മൾ ലോകവ്യാപകമായിട്ടുള്ള ഹെയർ ആൻഡ് ഫെയർ പോളിസിക്ക് അനുരൂപമായ രൂപത്തിൽ ഇന്ത്യയുടെ തൊഴിൽ മാർക്കറ്റിനെ സജ്ജമാക്കുക എന്നാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലൊക്കെ ഉള്ള പോലെ കണ്ടിന്യൂറ്റി ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന അർഹത ബലത്തിൽ എടുത്തു കളയുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ ഭാഗമായി 1 വർഷമെങ്കിലും തുടർച്ചയായി സേവന ദൈർഘ്യമുള്ള ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുക്കണം, അയാൾക്ക് റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കണം. സ്ഥാപനം അടച്ചുപൂട്ടുകയാണെങ്കിലും ഈ വ്യവസ്ഥകൾ ബാധകമാണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റിലുള്ള ഒരാളെ, ഒരു നിശ്ചിതകാല തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം അയാളുടെ ടേം എത്രയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിലധികം സർവീസുള്ള ആൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് അർഹത ഉണ്ടായിരുന്നുള്ളൂ മുമ്പ്. എന്നാൽ 5 കൊല്ലത്തിൽ കുറഞ്ഞ കാലയളവിലേക്കുള്ള ഒരു ഫിക്സഡ് ടൈമിൽ നിയമിക്കപ്പെട്ട ആൾക്കും ഗ്രാറ്റുവിറ്റി അർഹതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും പിരിച്ചുവിടപ്പെടുന്ന ഒരാൾക്ക് റിട്രഞ്ച്മെൻറ്റിനോ അല്ലെങ്കിൽ അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥാപനത്തിലെ തൊഴിലാളിക്ക് ക്ലോഷർ കോമ്പൻസേഷനോ അർഹത ഉണ്ടാവുകയില്ല എന്നുള്ളത് 1. 2, 1 വർഷമെങ്കിലും സർവീസുള്ള ഒരാൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കുമെന്ന് പറയുന്നുള്ളൂ. എന്നാൽ ഫിക്സഡ് ടൈം ചുരുങ്ങിയത് ഇത്ര കാലം വേണമെന്ന് ഈ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ 6 മാസമാകാം ഫിക്സഡ് ടൈം, 11 മാസമാകാം. നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ 11 മാസത്തേക്ക് എടുക്കുകയും പിരിച്ചുവിടുകയും മറ്റൊരു 11 മാസത്തേക്ക് എടുക്കുകയും ചെയ്താൽ എത്ര കാലം വേണമെങ്കിലും ഒരാൾക്ക് തൊഴിൽ സുരക്ഷ കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കാൻ, കോമ്പൻസേഷൻ കൊടുക്കാതെ പിരിച്ചുവിടാൻ, കോമ്പൻസേഷൻ കൊടുക്കാതെ സ്ഥാപനം അടച്ചുപൂട്ടാൻ എല്ലാം കഴിയുന്ന വളരെയേറെ തൊഴിലാളി വിരുദ്ധമായ ഒരു വ്യവസ്ഥയാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റിനെ സമ്പൂർണ്ണമായി നിയമവിധേയമാക്കുന്നതിലൂടെ ഇവിടെ ചെയ്തിട്ടുള്ളത്. മുമ്പൊക്കെ ഒരാൾക്ക് എന്നെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തൊഴിൽ തർക്കം ഉന്നയിക്കാം. ഇതിലങ്ങനെ പറയാൻ കഴിയുകയില്ല. കാരണം ജാതകത്തിൽ തന്നെ ഞാൻ എൻ്റെ മരണസമയവും കുറിച്ചുകൊണ്ടാണ് ഫിക്സഡ് ടൈം അപ്പോയിൻമെൻറ്റ് നൽകുന്നത്. പിന്നെ അയാൾക്ക് അതിൽ പരാതി ഉന്നയിക്കാൻ അവകാശമില്ല. മറ്റൊന്ന് സമരവുമായി ബന്ധപ്പെട്ടതാണ്. അതിപ്പോൾ പറയുന്നുണ്ട് 14 ദിവസം മുൻപേ നോട്ടീസ് നൽകണം. അത് മുമ്പ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിലായിരുന്നു. പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ സമര നോട്ടീസ് നിർബന്ധമായിരുന്നു. അതെല്ലാ സെക്ടറിലും ബാധകമാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടായ വിലപേശലിനും സമരത്തിലേക്ക്, പണിമുടക്കടക്കമുള്ള സമരമാർഗങ്ങളിലേക്കും പോകാനുള്ള തൊഴിലാളി യൂണിയനുകളുടെ അവകാശത്തിന് എതിരായിട്ട് കൂടിയുള്ള ഒരു കർക്കശ വ്യവസ്ഥ എന്നുള്ള നിലയ്ക്കാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ലേബർ കോഡ് ഓൺ വേജസ് മുൻപുണ്ടായിരുന്ന നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റത്തെ സംബന്ധിച്ചും മുൻപുണ്ടായിരുന്ന 3 നിയമങ്ങൾ മാറി ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് വന്നപ്പോഴുണ്ടായിരുന്ന മാറ്റത്തെ സംബന്ധിച്ചുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇനി ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, അത് വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി വിശദീകരിക്കാനുണ്ട്. ഒപ്പം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങളെപ്പറ്റിയുള്ള രാഷ്ട്രീയ നയവും അതിൽ നിന്നുണ്ടായിട്ടുള്ള വ്യതിയാനം ഈ കോഡുകളിലൂടെ എങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചും അടുത്ത വീഡിയോയിൽ നമുക്ക് സവിസ്തരം ചർച്ച ചെയ്യാം.